പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയ മുഅ്മിനീങ്ങളുടെ മേൽ ഫർളാക്കിയ ഒരു കൽപ്പനയാണ് ഇസ്ലാം കാര്യത്തിൽ ഷഹാദത്ത് കലിമയ്ക്ക് ശേഷം നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ നമസ്കാരം എന്ന് പറഞ്ഞത് സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം നിർവഹിക്കണം. എങ്ങനെ നിർവഹിക്കണം? അത് ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്ത് തന്നെ നിർവഹിക്കലാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിശ്ചിത ഒരു സമയമുണ്ട്, ഒരു അതിർത്തിയുണ്ട്. ആ അതിർത്തി ഉതിറില്ലാതെ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഉതിർ കൂടാതെ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ 1000 പ്രാവശ്യം നമസ്കരിച്ചാലും അത് തള്ളപ്പെടുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമസ്കാരം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിഷിദ്ധ കാര്യങ്ങളും അതുപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കും നമസ്കാരം കൊണ്ട്. നിസ്കരിക്കുന്ന മനുഷ്യനാണല്ലോ, അവരങ്ങനെ ചെയ്യൂല എന്നുള്ള രൂപത്തിലായിരിക്കണം നമ്മുടെ നമസ്കാരം. മറ്റുള്ളവർക്ക് വേണ്ടി നമസ്കരിക്കരുത്. ആ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് അതുപോലെ നമസ്കരിക്കുക എന്ന്. അപ്പോൾ പൂർണ്ണമായും ശരിയായ നമസ്കാരമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നമസ്കരിച്ചത് അതേപോലെ ആയിരിക്കണം നമ്മുടെ നമസ്കാരം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് നമസ്കരിച്ചതിന് ശേഷം പറഞ്ഞു, നീ വീണ്ടും നമസ്കരിക്കുക. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുകൂടി നമസ്കരിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ നമസ്കാരം ശരിയായിട്ടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നമസ്കാരമൊക്കെ എത്രയാണ് ശരിയായതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപൂർണമായ രൂപം, നമസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപം നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കൈ ഉയർത്തിയത്, എങ്ങനെയാണ് കൈ കെട്ടിയത്, എങ്ങനെയാണ് റുക്കൂ ചെയ്തത്, എങ്ങനെയാണ് സുജൂദ് ചെയ്തത്, നമസ്കാരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ തന്നെയാണ് നാം ചെയ്തിരിക്കേണ്ടത്. 5 നേരം ഒരു ആൾ നമസ്കരിക്കുകയാണെങ്കിൽ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കുമുണ്ടാകുമോ എന്ന് സഹാബികളോട് ചോദിച്ചപ്പോൾ ഇല്ല, അതേപോലെ തന്നെയാണ് നമസ്കാരത്തിൻ്റെ ഉദാഹരണം എന്ന് പറയുകയുണ്ടായി. 5 വക്ത് നമസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു അഴുക്കും ഒരു പാപ്പവും ബാക്കി നിൽക്കുകയില്ല എന്ന്. നമസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫർഖുൽ മുസ്ലിമി വൽ കാഫിരി. കാഫിറിൻ്റെയും മുസ്ലിമിൻ്റെയും ഉള്ള വ്യത്യാസം തർക്കുസ് സ്വലാത്ത്, നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ള. അപ്പം നമസ്കരിക്കുന്നവനാണ് മുസ്ലിം, മറ്റവൻ കാഫിറാണ് എന്ന് മനസ്സിലാക്കുക. അത് കൃത്യമായി ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണ് പുരുഷന്മാർക്കൊക്കെ ഉത്തമം. അങ്ങനെയുള്ള നമസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ സൂറത്തുൽ മാഊൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും മിൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. നമസ്കാരം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അത് പിന്തിച്ചുകൊണ്ടോ ആവരുത്, അതിന് കളഞ്ഞുകൊണ്ടോ ആവരുത്. നമ്മൾ നിശ്ചിത സമയത്ത് അത് മറക്കാതെ അതിനെ പിന്തിപ്പിക്കാതെ നല്ല രൂപത്തിൽ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച പോലെ തന്നെ ആയിരിക്കണം എന്നൊക്കെ ഞാൻ ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.